സതീശൻ എന്ത് ചെയ്താലും വാർത്തയാണല്ലോ. വി ഡി സതീശൻ കണ്ണിറുക്കിയാൽ അത് മഹാസംഭവം, വി ഡി സതീശൻ ചുണ്ട് കടിച്ച് ചിരിച്ചാൽ അത് ഭയങ്കര സംഭവം, വി ഡി സതീശൻ കണ്ണുരുട്ടിയാൽ, വി ഡി സതീശൻ ക്ഷുഭിതനായാൽ ഒക്കെ ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഇടയിലാണ് വി ഡി സതീശൻ ഏതോ ഒരു സമ്മേളനം, ആ സമ്മേളനം സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞത്. അതായത് നമ്മളെ അമ്മൂമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരുപാട് അല്ലേ അമ്മൂമ്മമാരുടെ കൈപുണ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വളരെ അപൂർവമായ പാചക കലകളൊക്കെ നമ്മുടെ അമ്മമാർക്കും ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ സതീശൻ പറഞ്ഞു ഇതൊക്കെ ഇവരുടെ കാലത്തിന് ശേഷം അതൊക്കെ അപ്രത്യക്ഷമായി പോവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതായത് അമ്മമാര് നമുക്ക് വെച്ച് തന്ന ആ ഭക്ഷണങ്ങളുടെ സ്വാദ് പിന്നീട് ഒരിക്കലും നമുക്ക് അതിന്റെ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് അറിയില്ല, അമ്മമാരാർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ സതീശൻ പറഞ്ഞാണ് അമ്മമാര് ഈ കാര്യങ്ങളൊക്കെ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ്? അമ്മമാർ അവരുടെ പാചക രഹസ്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കണം? അവരുടെ മക്കൾക്ക്. ശ്രദ്ധിക്കണേ, അവരുടെ പെൺമക്കൾക്ക് എന്നല്ല സതീശൻ പറഞ്ഞത്. സതീശൻ പറഞ്ഞു അവരുടെ മക്കൾക്ക്. മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൺമക്കളും പെൺമക്കളും. ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സതീശൻ പറഞ്ഞു പിന്നെ ആ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരും. ആരാണത്? ഒരു വീട്ടിലേക്ക് പുതിയ ഒരു അംഗം കടന്നു വരുന്നത് എപ്പോഴാണ്? ആ കുടുംബത്തിലെ ഒരു മകൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടി കടന്നു വരും, ഒരു മരുമകൾ അല്ലേ? അപ്പൊ ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബത്തിൽ പിന്നെ വരുന്നത് ഒരു മരുമകളാണ്. ആ മരുമകൾക്കും പറഞ്ഞു കൊടുക്കണം ഈ പാചക രഹസ്യം. സതീശൻ സ്ത്രീവിരുദ്ധൻ എന്താണ് പാചക വിദ്യ അമ്മായിയമ്മ മരുമകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു സതീശനെ. ഇവിടുത്തെ എന്താ പറയാ, സ്ത്രീപക്ഷവാദികളൊക്കെ അതാ പുരുവെട്ടുന്ന നാട്ടുനീള പ്രക്ഷോഭം പ്രകടനം, ഡിവൈഎഫ്ഐയുടെ വക, SFIയുടെ വക, പെൺകുട്ടികളതാ പന്തം കൊളുത്തി പ്രകടനം. സതീശൻ അപ്പം രാജിവെച്ച് പോകണം. കാരണം സതീശൻ സ്ത്രീവർഗത്തെ അധിക്ഷേപിച്ചു. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാൻ വേണ്ടിയുള്ളവരാണോ? എന്തൊക്കെയായിരുന്നു കോലാഹലം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാര്യം ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലെ ഇവരാദ്യം തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അതായത് സതീശൻ പറഞ്ഞത് അമ്മമാര് മക്കൾക്ക് പാചകവിദ്യ പറഞ്ഞു കൊടുക്കണം എന്നല്ല, പെൺമക്കൾക്ക്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആണ്. പാചകം ആൺകുട്ടികൾക്കും ചെയ്യാം പെൺകുട്ടികൾക്കും ചെയ്യാം. ഈ പറഞ്ഞ സതീശനെതിരെ ഒച്ചപ്പാടും ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കും ഓരൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കയ്യും കെട്ടി കുത്തിരിക്കുകയാണ്, അവിടെ ഉള്ള പാചകം മുഴുവൻ നടത്തുന്നത് അവിടുത്തെ ആണുങ്ങളാണെന്നാണ് ഇവരുടെ ഈ വർത്താനക്കട വിചാരിക്കുക. ഇവര് വലിയ ഷോ കാണിക്കലോ. സ്ത്രീകളല്ല പുരുഷന്മാർക്ക് എന്താ ചെയ്താൽ ഇപ്പറയുന്ന ആൾക്കാർ അടുക്കളയിൽ കയറിങ്ങാണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കലുണ്ടോ, ഒരു ചായ ഉണ്ടാക്കലുണ്ടോ? ഇവരാണ് വലിയ സ്ത്രീകൾ എടോ, സ്ത്രീകളും ചെയ്യണം പുരുഷന്മാരും ചെയ്യണം. ഇതൊക്കെ ഞാനിതാ പറഞ്ഞത്, ഒരു കാലത്തും CPM നന്നാവില്ല എന്ന്. ഇതൊക്കെ കാലഹരണപ്പെട്ട കാര്യങ്ങളാണോ? ഇതിപ്പോ പുതിയ കാലത്ത് മറ്റേ അടുക്കളപ്പണി സ്ത്രീകൾ മാത്രം ചെയ്യുക. ഏത് വീട്ടിലാണ് അടുക്കളപ്പണി സ്ത്രീകൾ മാത്രം ചെയ്യുക? സ്ത്രീകളും ചെയ്യും പുരുഷന്മാരും ചെയ്യും. പുരുഷന്മാർ മാത്രം ചെയ്യുന്നതുണ്ട്. സ്ത്രീകളെക്കാൾ നല്ല പാചകക്കാർ പുരുഷന്മാരാണ് എന്നുള്ളത്. ഞാൻ അത് പറയുമ്പോൾ അത് വേറെ സ്ത്രീ വിരുദ്ധാവണ്ട അല്ലേ? നമ്മുടെ ഈ എന്താ പറയാ, ഏറ്റവും വലിയ സദ്യകളിലും ഏറ്റവും വലിയ റെസ്റ്റോറന്റുകളിലും ഒക്കെ പാചകം ചെയ്യുന്നതാരാണ്? പാചകം ചെയ്യുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ പാചക കലയിലെ അഗ്രഗണ്യന്മാർ പുരുഷന്മാരാണ് എന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധാകുമോ? ഇതിലൊന്നും കഥയില്ലാതെ വെറുതെ. എന്നിട്ടാണ് ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വീണ്ടും ഈ പറയുന്ന ദേശാഭിമാനിയിലെ അന്തം കുമ്മികൾ ചോദിച്ചത്, അല്ല മുഖ്യമന്ത്രി CM ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന, ഈ പെൺകുട്ടികൾ മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. സതീശൻ അവസാനം എഴുതി വായിച്ചു, ഞാൻ എന്റെ പ്രസംഗങ്ങൾ കേട്ടോ, വേണമെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ സതീശനായിട്ട് പറഞ്ഞു. അമ്മമാർ അവരുടെ മക്കൾക്ക്, അതല്ലാതെ അവരുടെ പെൺമക്കൾക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആരാണ്? പിന്നെ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് മറ്റൊരു ആൺകുട്ടിയല്ല, ആ വീട്ടിലേക്ക് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ മകൻ കല്യാണം കഴിച്ച് വരികയാണ് ചെയ്യുക. ഈ പെൺകുട്ടികൾ വേറെ വീട്ടിലേക്ക് പോകും. അതായത് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് മറ്റൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേക്കാണ് മറ്റേ ദേശാഭിമാനിയിലെ സഖാക്കള് അയ്യേ മരുമകൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് പെൺകുട്ടിയല്ലേ? അതിനിപ്പെന്താ? ആ അമ്മ ആ വീട്ടിലെ മക്കൾക്കും കയറി വരുന്ന
പുതിയ പെൺകുട്ടിയാണ് പെൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലല്ല അപ്പം എന്താ പറയാ, ഈ പെൺകുട്ടി കല്യാണം കഴിച്ച മരുമകനോ? എന്ത് ചോദ്യാടോ? ഈ മരുമകൻ ഇവരുടെ വീട്ടിലേക്കാ വരിക? മരുമകൻ ആ വീട്ടിൽ മറ്റൊരു വീട്ടിലല്ലേ മരുമകൻ ഉണ്ടാകുക? ചെന്ന് പറഞ്ഞാല് ഇതൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ പരിഹാസ്യരാകുകയാണ് ഇവരറിയുന്നില്ല. ഞാനാ പറഞ്ഞില്ലേ, ഈ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം ഇറ്റിങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കോമൺ സെൻസ് വേണ്ടേ? ഇവരുടെ വിചാരം ഈ എന്താ പറയാ, ഈ സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാൽ, സ്ത്രീവാദം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഇവരുടെ വിചാരം ഈ പഴയ പോലെ ഈ അടുക്കളയിൽ കയറി ഒരു കാപ്പി ഉണ്ടാക്കിയാലോ ദോശ ഉണ്ടാക്കിയാലോ ചോറുണ്ടാക്കിയാലോ സ്ത്രീകൾ അങ്ങോട്ട് പോയി. ഇല്ലാത്ത കാര്യം അതാണ്. ഈ സതീശൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇനി അങ്ങനെ പറഞ്ഞു, സതീശൻ പറയാണ് അമ്മമാര് അവരുടെ പാചക രഹസ്യങ്ങൾ അവരുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആയിരുന്നു പറഞ്ഞെങ്കിൽ ഇവർ പറഞ്ഞതിന് ഒരു ചെറിയൊരു അർത്ഥം ഉണ്ടെന്ന് വിചാരിക്കുക. കാരണം ഇവർ ആൺകുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കാഞ്ഞത്, ആൺകുട്ടിക്ക് ഇത് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന അർത്ഥം ഇതല്ലാന്ന്. ഇത് സതീശൻ പറഞ്ഞ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ആ വീട്ടിലേക്ക് ഇനി പുതുതായിട്ട് വരുന്ന മരുമകൾക്കും പോയി മരുമകൾക്ക്. അപ്പൊ അമ്മയമ്മ മരുമകളുടെ വർത്താനം പറയുന്നത് പാടില്ല, മരുമകൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ചെന്താടോ പറയണേ, കേട്ടിട്ട് തന്നെ ഒരു മാതിരി ഇതിട്ടതാ വാർത്തയാക്കി. സ്ത്രീ വിരുദ്ധ പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഇപ്പോഴും സ്ത്രീ വിരുദ്ധ. അപ്പം ദേശാഭിമാനി പറയാണ് സതീശൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധം തന്നെയാണ്, അതിനെ ന്യായീകരിക്കുന്നു അത്രേ. എന്താ ചെയ്യല്ലേ? അമ്മമാർ മകന്റെ ഭാര്യക്ക് പാചകം പറഞ്ഞു കൊടുക്കണമെന്ന പിന്തിരിപ്പൻ പരാമർശം. എന്ത് പിന്തിരിപ്പനാണ് ഈ വി ഡി സതീശനൊക്കെ അല്ലാണ്ട് ആരാടോ ഈ മുഖ്യമന്ത്രി ആക്കിയത്? പിന്തിരിപ്പൻ. അപ്പോ അതിന് ശേഷം ദേശാഭിമാനി എഴുതാണല്ലോ, മകളുടെ ഭർത്താവിനെ പാചകം പഠിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പോയി. മകളുടെ ഭർത്താവിന് പാചകം. അപ്പൊ ഈ അമ്മ ചെയ്യേണ്ടത് വീട്ടിലേക്ക് വരുന്ന മരുമകളോട് ഒന്നും പറയരുത്. അമ്മായിയമ്മ ഇവിടുന്ന് ബസ്സും പിടിച്ചു പോയി എവിടെ എത്തിയിട്ട് തന്റെ ഇവിടുത്തെ മകളെ കല്യാണം കഴിച്ച് അയച്ചു കൊടുത്ത ആ വീട്ടിൽ പോയി മരുമകനെ കണ്ടിട്ട് മരുമകനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാ വേണ്ടത്. മരുമകളോട് അമ്മായിയമ്മ നീ മിണ്ടണ്ട, ഒരു രഹസ്യം മരുമകളോട് പറയണ്ട. അമ്മായിയമ്മ പ്രിയദർശിനി ബസ്സൊക്കെ ഉണ്ട്, പൈസ ഒന്നും കൊടുക്കണ്ട, അതിൽ കേറിയിട്ട് എവിടെ പോകുക? മോളെ കല്യാണം കഴിച്ച് അയച്ച ആ വീട്ടിൽ പോകുക. എന്നിട്ട് പറയാ. അപ്പൊ മരുമൻ ചോദിക്കുക എന്താ അമ്മായിയമ്മ വന്ന്? അപ്പൊ അമ്മായിയമ്മ പറയും, മോനെ എന്നോടൊരു കാര്യം പറയാൻ കേട്ടോ, പാചക രഹസ്യം എന്നോട് പറഞ്ഞു തരാട്ടോ, എന്റെ മോളോട് ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട, എന്നോട് പറഞ്ഞു തരാം. എന്നാ സതീശൻ ആരാണ്? സതീശൻ ബെസ്റ്റ് അല്ലേ? മക്കളെ